മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ഇങ്ങനെ ഒന്ന് നേരെ ഉറക്കത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റൊന്നും ഇങ്ങനെ വീഡിയോ നിന്നിട്ടില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ നല്ല പണിയുണ്ട്. ഇന്നിവിടെ പണിക്കാരുണ്ട്. അപ്പം നമുക്കതിന് മുന്നേ ചെയ്ത് തീർക്കാനുള്ള വേറെ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇൻട്രോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. ഒന്നും ഇല്ലെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് അതിനുള്ള സമയം പോലും തന്നില്ല. അപ്പോൾ ഇപ്പോൾ എത്ര 8 മണി എങ്ങാണ്ടായിട്ടുണ്ട്. ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ജോലിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വിറക് വരുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുളിച്ചേ പറ്റത്തുള്ളൂ. കുളിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വേറെ എനിക്കായിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഞാൻ പറയാൻ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം. ഈ കാട്ടിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ട് കാടല്ല കഴിച്ചത്, റബ്ബർ തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിറക് കൊണ്ടിട്ടിട്ട് ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ ഫോൺ ഇവിടെ കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു. നമുക്ക് പകൽ എനിക്ക് ഇത്ര ധൈര്യത്തോടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ പന്നിയും പട്ടിയും മറ്റേ കാട്ടുപോത്തൊന്ന് മറ്റേ ഇതുണ്ടല്ലേ വേറെ കുറേ സംഭവങ്ങളുടെയൊക്കെ ബഹളമാണ്. അപ്പോൾ ഞാൻ ഇത്ര ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ഇവിടെ പകലായാലും ഉണ്ടാണ്. രാത്രി ഞാൻ ഇവിടെ വെളിയിൽ പോലും ഇറങ്ങത്തില്ല. അപ്പോൾ അത്ര ധൈര്യമാണ് എനിക്ക്. മരിപ്പെട്ടി ഇതുകൊണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇറങ്ങൂല. ഇനി വിറക് വരണം ഗൈസ്. ഇത്രയും കണ്ടോ, ഇത് ഇത്ര എന്നെ കൊണ്ട് വാരിക്കാണ് ഗൈസ്. ഈ ക്രൂര സ്ത്രീ. മമ്മി എന്നൊരു പാവാണ് ഗൈസ്. 200 കയറിയാലും മതി, ഒരു 10 രൂപയൊക്കെ. ഞങ്ങൾ ഇട്ടിട്ട് ഓരോ കളർ ഡ്രസ്സാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെയാണ്. കമ്മലില്ലാത്തോണ്ട് പൊത്തി പിടിച്ചേക്കാണ് രാവിലെ തുണി കഴിവാണ് ഗൈസ്. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ തകൃതിയമയായിട്ട് എന്തൊക്കെയോ പണി നടക്കുകയാണ് ഗൈസ്. കണ്ടോ, രാവിലെ തന്നെ എന്താണ് ഇത്, കോഴിമുട്ട. രാവിലെ കോഴിമുട്ട ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഉള്ളിക്കറി വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള പരിപാടിയാണ്. സോറി, മുട്ട ഇട്ടില്ലല്ലോ. പിന്നെ ഇവിടെ ചപ്പാത്തി ഉണ്ട് ഗൈസ്. എന്നെക്കുറിച്ച് ആരോ പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഗൈസ് ഇവിടുത്തെ പരിപാടി. പിന്നെ അരി വളർത്തിയിട്ടിട്ടുണ്ട്. അവളെ നോക്കാൻ വന്നതാണ് ഗൈസ്. അവൾക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ പോയി. അവൾക്ക് ട്യൂഷനുണ്ട് ഗൈസ്. അപ്പോൾ അവൾ എന്തായാലും പോയി. 7 മണിക്കായിരുന്നു. ഇനിയിപ്പോൾ 4:30 വരത്തുള്ളൂ. വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കുക കേട്ടോ. ഇതിലൊരു കറുത്തൊരു സാധനമുണ്ട്. ഉള്ളി ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്ര ഉള്ളി ഉണ്ട് ഗൈസ്. ഇങ്ങോട്ട് തന്നെ കേട്ടോ ഗൈസ്. ഇതാ മണി കേട്ടോ. ഇനി ഞാൻ പോവാണ് ഗൈസ്. എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എനിക്കൊരു സമാധാനം ഇത് കുളിച്ചപ്പോൾ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുന്നേ ഗൈസ് ഭക്ഷണം കഴിക്കണം. നല്ലൊരു വിശക്കുണ്ട്. 10 മണിയല്ല 9:30 ആയിട്ടോ. എനിക്ക് നേരത്തെ വിശക്കുന്ന സ്വഭാവമുള്ളതാണ്. അപ്പം ഭക്ഷണം എന്താണെന്ന് നമുക്ക് പോയി കഴിക്കാം. അത് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതുണ്ട്. ഇഡലി കഴിക്കുകയാണ് ഗൈസ്. രാവിലെ മഴ വരുന്നുണ്ട് ഗൈസ്. നല്ല കോളുണ്ട്. മഴക്കാറുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ട്യൂഷനാണ് ഗൈസ്. എനിക്ക് ട്യൂഷനല്ല, ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കിനി ഈ കൊലത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കൊലയൊക്കെ മാറ്റിയിട്ട് ഈ ബാക്കിലോട്ട് നോക്കുക വേണ്ടിട്ട് പല ആക്രികളും ഇവിടെ കാണും. ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഈ ഭാഗത്തോട്ട് ഇവിടെ ഇരിക്കുന്നത് പെട്ടിയുണ്ട്. വലിയ സൂട്ട് കേസ് പോലത്തെ പെട്ടിട്ടുള്ള ആ പെട്ടി. പിന്നെ അതിന് പുറത്തിരിക്കുന്നത് മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടല്ലേ, അത്. പിന്നെ എൻ്റെ കുറേ അലുക്കുത്താണ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് കുറേ സാധനങ്ങളൊക്കെ അടച്ചിക്കുക. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ പുറകെ ഒരാളുണ്ട്. ഞാൻ എവിടെ ക്യാമറ അടയ്ക്കാം അവിടെ നിൽക്കുകയും ചെയ്യും. ഗൈസ് അങ്ങനെ ഇപ്പം ഞാൻ വെറുതെ നിൽക്കുകയാണ് ഗൈസ്. മമ്മിയുടെ റോഡിൽ അങ്ങോട്ട് പോകുന്ന നിൽക്കുകയാണ് ഗൈസ്. ഒരുക്കമാണ് ഇവിടെ. ഹലോ ഗൈസ്. അപ്പോൾ ഇപ്പം 1:10 ആയിട്ടുണ്ട്. ട്യൂഷൻ കഴിഞ്ഞു.
1 മണിയായപ്പോൾ ട്യൂഷൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ അല്ലാതെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇനി അടുക്കളയിൽ പോയി നോക്കാം. അമ്മ ഇവിടെ പയറ് ഉപ്പേരി വെക്കുകയാണ്. പിന്നെ നമുക്ക് ചീനി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ട് ഇവിടെ എന്തൊരു മീൻ തോരനുണ്ട്. പിന്നെ ഇവിടെ എന്തോ അരച്ച് വെച്ചിട്ടുണ്ട്. കുറേ മരം മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ താഴെ ഉണ്ട് കുറേ മരം മുറിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ കണ്ട കുറേ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ കുറേ മുറിച്ചിട്ടിട്ടുണ്ട്. മീൻ പുരട്ടി, ഇതാണ് മീൻ പുരട്ടി ഓണർ. കറിക്ക് ഉപ്പ് നോക്കുകയാണ് ഗൈസ്. കറി വെച്ച് ഞാൻ ഉപ്പ് നോക്കും ഗൈസ്. എന്നെ ഉപ്പ് നോക്കാൻ വിളിക്കുന്ന ഞാൻ. എൻ്റെ കൈ പൊള്ളി ഗൈസ്. കണ്ടോ, ഞാൻ പോയി തവി എടുത്തത് ചൂടായിരുന്നു. നല്ല രീതിക്ക് പൊള്ളി. ഞാൻ വെച്ചാൽ ഇങ്ങനെ പിടിച്ചോണ്ടെങ്കിൽ നീളും. കണ്ടോ, പേസ്റ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ക്രൂരയാണ് ഗൈസ് നമ്മളെ കൊണ്ട്. ചോറുണ്ട്, ഒഴിച്ചു കറിയുണ്ട്, പിന്നെ ഇത് മീൻ തോരൻ, ഇത് പയറുപ്പേരി, പിന്നെ ചിക്കൻ കറിയുണ്ട്, ചീനിയുണ്ട്. ഇറ്റ്സ് കപ്പ എന്ന് പറയും. ഓക്കെ, ഇത്ര സാധനങ്ങളൊക്കെ കേട്ടോ ഞാൻ കൂട്ടി കഴിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് ചോറെല്ലാം തിന്നു കഴിഞ്ഞു. ചോറൊക്കെ തിന്നു കഴിഞ്ഞ് പരിപാടിക്ക് തീർന്നപ്പം 3-3:30 മണിയായി. പിന്നെ ഇപ്പം 4 മണി കഴിഞ്ഞിട്ട് ചായ വെക്കണം. ചായ ഇപ്പോൾ നമ്മൾ ചോറൊക്കെ തന്നിച്ചാൽ ചായ സമയത്ത് വേണം. പിന്നെ ചായ ഒഴിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ റെഡിയാവും. അപ്പം ഞാൻ എന്തെങ്കിലും കൂടെ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഞാൻ ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. മധുരം ഇട്ടില്ല അതിന്. ഇപ്പം സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ 7 മണിയപ്പോൾ ഞാൻ താഴെ പോയിരുന്നതാണ്. അവിടെ 2 പീക്കിരികളുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അവരെ. അപ്പോൾ അവരുടെ അടുത്ത് പോയി ഞാൻ ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ 8 മണിയപ്പോൾ ഞാൻ തിരിച്ചു വന്നത്. ഫോൺ ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ. ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ എൻ്റെ കൂടെ കയറി പണിഞ്ഞ് ഉപ്പാട് വരുത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഒരു 9 മണിയായി അപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നു. അങ്ങനെ പിന്നെ വിശപ്പും ഇല്ലായിരുന്നു, ചോറൊന്നും കഴിക്കാനും തോന്നിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഇന്ന് രാവിലെ ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ, നമുക്ക് മരം മുറിപ്പായിരുന്നു കേട്ടോ ഇവിടെ. അത് ഞാൻ പറയാനങ്ങ് വിട്ടുപോയി. അപ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കണ്ടൊക്കെ അങ്ങനെ പലതും കാണാൻ പറ്റിയതിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ കണ്ണും പൂട്ടിക്കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.